നമ്മൾ കോർപ്പറേറ്റ് കടകളിൽ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അതെ നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന വില എന്താണ് അത് അതേപോലെ കൊടുക്കണം. നമുക്ക് അവിടെ ഒരു കടം പറയാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അതായത് കടം തരൂല, അത് വേറെ കാര്യം. അതേ സമയത്ത് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അവിടെ പറഞ്ഞതുപോലെ ഒരു കക്കിഴിയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ നടന്ന് അവിടെയും ഇവിടെയും പല കടയിലും പോയി വാങ്ങേണ്ടി വരും. പക്ഷേ നമ്മൾക്കൊരു ക്രൈസിസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വരുമാനം ഇല്ലാത്ത സമയത്ത് നമ്മൾക്ക് ധൈര്യമായിട്ട് കടം പറയാൻ പറ്റുന്ന ഇടങ്ങൾ കൂടിയാണ് നമ്മൾ അടുത്തുള്ള ഈ കടകൾ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ട് കൊടുത്താലും മതി. ആ സമയത്ത് കോർപ്പറേറ്റുകൾ ഒരിക്കലും നമുക്ക് കടം തരില്ല. നമ്മളുടെ സാഹചര്യങ്ങളൊന്നും അവർ മനസ്സിലാക്കില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് കണ്ടെങ്കിൽ ഇത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചില്ല ക്രോക്സ് ആണ് കേട്ടോ. 280 റുപ്യാണ് ഇതിൻ്റെ വില. ഞാൻ വില ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്താക്കി, ഞാൻ വില പേശാനൊന്നും നിന്നില്ല. 250 റുപ്യല്ല, അത് അങ്ങനെ തന്നെ കൊടുത്തു. വില പേശി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്കൊരു 10-20 റുപ്യൊക്കെ ഒരു കുറച്ച് തരും. പക്ഷെ എനിക്ക് വില പേശാൻ തോന്നിയില്ല അങ്ങനെ കണ്ടപ്പോൾ. കാരണം നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ, സൂപ്പർ മാർക്കറ്റിൽ, മാളുകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ സെലക്ട് ചെയ്താൽ അവർ പറയുന്ന ബില്ല് എന്താണ് അതേപോലെ അടച്ചിട്ട് പോരില്ല. അവിടെ നമുക്ക് ഒരു ബാർഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ വില കുറച്ച് തരാനോ പറയാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അവരെന്താണോ വില ഇട്ടില്ല ആ വില, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ഈ ചെറിയ കച്ചവടക്കാർ സ്ട്രീറ്റിലൊക്കെ വെച്ച് വിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാർ, നമ്മൾ അടുത്തുള്ള പലചരക്ക് കച്ചവടക്കാർ, അടുത്തുള്ള ചെറിയ കച്ചവടം, അവരോടൊക്കെ ബാർഗെയിൻ ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ബാർഗെയിൻ ചെയ്യാൻ തോന്നിയില്ല. ഞാൻ ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഉണ്ട്, ഒരു മനുഷ്യന് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ ബില്ലിട്ട്, അതായത് മുട്ട, കോഴിമുട്ടൻ്റെ വില എന്ന് പറയുന്നത് ഭയങ്കര റേറ്റാണ് ഇപ്പോൾ, ഓരോ ദിവസം കൂടി വരിക. അവിടെ എന്തോ ഓഫർ ഉണ്ടല്ലോ, 165 രൂപയാണ് ഓഫർ പ്രൈസ് എത്ര എണ്ണത്തിന്. പക്ഷേ ബില്ലിട്ട സമയത്ത് 300 എത്ര ഓഫർ കഴിഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ അവർക്ക് റീഫണ്ടും ഇല്ല, ഒന്നുമില്ല, ബില്ല് മാറ്റം ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിമർശിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഞങ്ങൾ അടുത്തുള്ള പീടികയിൽ പോയിട്ട് മുട്ടൊക്കെ വില ചോദിച്ചപ്പം ഒരു മുട്ടയ്ക്ക് 8 രൂപ, 10 എടുക്കുകയാണെങ്കിൽ 75 റുപ്യക്ക് തരാമെന്ന്. അതായത് 50 പൈസ കുറച്ചിട്ട് 700 റുപ്യ ഒരു മുട്ടയ്ക്ക് ആ രീതിയൊക്കെ നമ്മൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് സാധനങ്ങൾ തരാൻ കച്ചവടക്കാരുണ്ടാകുന്ന സമയത്ത് അവിടെ പോയി വാങ്ങുന്നതിനേക്കാളും നല്ലതാണോ അത് പോയിട്ട് ഓരോ മറ്റേ എന്താ പറയുക കോർപ്പറേറ്റ് കമ്പനികളിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നമുക്ക് പൈസ ഉള്ള സമയത്ത് അവിടെ പോയിട്ട് വാങ്ങാം, പൈസ ഇല്ലാത്ത സമയത്ത് ഇവിടെ പോയിട്ട് കടം പറയാം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പൈസ ഉള്ള സമയത്തും ഇവിടുന്ന് കുറേശ്ശെ വാങ്ങിയിട്ട് പൈസ ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് അത്യാവശ്യം സമയത്തും നമ്മൾ അടുത്തുള്ള കടകളിൽ തന്നെ നമുക്ക് പോയിട്ട് ചെറിയ കടക്കെ പറഞ്ഞിട്ട് വാങ്ങാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതല്ലേ നല്ലത്. അതേപോലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് കേട്ടോ. ഒരാൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാളിൽ കയറിയിട്ട് കേക്ക് ഓഫർ പ്രൈസ് 119 റുപ്യാണ്, ബില്ലടിച്ച് വന്നപ്പം 190 രൂപയാണല്ലോ. അതെങ്ങനെ ഒറ്റയ്ക്ക് വിലയിൽ മാറ്റം വരുന്നത്? ഹൈസ്. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെയുള്ള പറ്റിക്കപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങണ എല്ലാ കാര്യത്തിലും നല്ല നമ്മളെ പൈസ അവിടെ തന്നെ കിട്ടുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യും, പരസ്പരം ഒരു സ്നേഹം ഉണ്ടാവും, അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായം ഉണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന്. ചെരുപ്പ് വാങ്ങിച്ച സമയത്ത് ഈ പോസ്റ്റുകളൊക്കെ കണ്ട സമയത്ത് ഇങ്ങനെ പറയണമെന്ന് തോന്നി.